അസാമാന്യമായ വൈദഗ്ധ്യം ആർജിക്കുകയും അതിൻ്റെ പേരിൽ വലിയ പ്രശസ്തി നേടിയെടുക്കാൻ സൗഭാഗ്യമുണ്ടാവുകയും ചെയ്തിട്ടുള്ള എൻ്റെ ചിരകാല സുഹൃത്ത് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ അബ്ദുൾ റഊഫ് അവരുടെ ഇതൊരു പ്രതിഭാസംഗമമാണ്. വേദിയിൽ ഇരിക്കുന്നവരൊക്കെ വലിയ പ്രതിഭകളാണ്. വേദിയിലും അത് കുട്ടികൾ മനസ്സിലാക്കണം. ഇന്നൊക്കെ ഒരുപാട് പഠിക്കാനുള്ള അതിനെ അത് ആവേശിച്ചു. നല്ലത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. മയിലിൻ്റെ മനസ്സായിരിക്കണം. മഴ പെയ്യാൻ പോകുമ്പോഴാണ് മയിലാടുക. മഴ പെയ്യാൻ പോകുന്നുള്ള സന്തോഷം കൊണ്ടാണ് മയിൽ നൃത്തം പാടുന്നത്. ആ സന്തോഷമാണ് എനിക്കിവിടെ വന്ന് നിൽക്കുമ്പോൾ. റഊഫിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പുതിയതൊന്നും പറയേണ്ടതില്ല. റഊഫിൻ്റെ ഈ ശാരീരികമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഒരു കവിതയായിട്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഒരു നല്ല പോയം, ഒരു നല്ല കവിത കേൾക്കുമ്പോണ്ടാകുന്ന അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അംഗപ്രത്യംഗ ഭാവങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അഭിമാനമാണ്. അവിടെ ഇവിടെ ഇരുന്നിട്ട് അനാവശ്യം ചെയ്തിട്ട് റഊഫ് ജീവിതം തൊലിച്ചിരുന്നെങ്കിൽ ഈ പ്രശസ്തിയോ ഈ നന്മയോ ഈ ചെറുപ്പക്കാരന് തേടിയെത്തുമായിരുന്നില്ല. പക്ഷെ ഇന്ന് റഊഫ് പ്രശസ്തനായി എന്നുള്ളതല്ല, അതോടൊപ്പം അത് മാത്രമല്ല, എത്രയോ കുട്ടികൾ, എത്രയോ ആളുകൾ ഒരു ചെറിയ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഒരാൾക്കുണ്ടാകുന്ന ഹെൽത്ത് കോൺഷ്യസ്നെസ് മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ വലിപ്പം ഉൾക്കൊള്ളാൻ. ഇന്ന് നാടാകെ തുടങ്ങേണ്ടത് മനുഷ്യരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ആശുപത്രികളൊക്കെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. ആശുപത്രി വേണം, അത് ഒടുക്കത്തെ അഭയകേന്ദ്രമായിരിക്കണം, ആദ്യത്തെ അഭയകേന്ദ്രമല്ല. ഇന്ന് ആശുപത്രി ആദ്യത്തെ അഭയകേന്ദ്രം ഓടണം, അങ്ങോട്ട് വിടുകയാണ്. ആദ്യം അങ്ങോട്ട് ഓടരുത്. ആദ്യം ഓടേണ്ട സ്ഥലങ്ങളുണ്ടായിരിക്കണം. ശരീരം, മാനസികം. മനസ്സിനാരോഗ്യമില്ല. മനസ്സിനാരോഗ്യമില്ലാത്തതുകൊണ്ടാണ് കുശുമ്പ്, വക്കാണം, അസൂയ, പക. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല ഓരോരുത്തരും ഛർദ്ദിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ടില്ല ചിലർക്ക് ബോംബിടുന്നു. ഒരു ബോംബിട്ടാൽ ആ ബോംബിന്റെ ആഘാതം ഏതാനും കിലോമീറ്റർ വരെ മാത്രമാണ്. പക്ഷെ വാക്കിന്റെ ബോംബിന്റെ ആഘാതം അതെല്ലായിടത്തും അതിന് പരിധിയില്ല. ഒരുത്തരുന്ന് വൈകുന്നേരം ചാനലിന് മുമ്പിൽ വർഗീയത പറഞ്ഞാൽ ലോകം മുഴുവൻ ആ വർഗീയത കേൾക്കുകയാണ്, പരക്കുകയാണ്. ബോംബിട്ടാൽ കിലോമീറ്ററിന് പരിധിയില്ല. ഇതാണ് ഇന്നത്തെ സമൂഹം. വെറുപ്പ്, വൈരം, വിദ്വേഷം. ഇതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അപ്പം ഇന്ന് വേണ്ടത് നല്ല ആരോഗ്യമുള്ള മനസ്സാണ്. ഞാൻ ശരീരം എന്നല്ല പറയണത്. എന്തുകൊണ്ടാണ് ഞാൻ ഷവോലി കുങ്ഫുവിൽ വന്നിട്ടും മനസ്സിനെ കുറിച്ച് പറയണത്? മനസ്സാണ് കേന്ദ്രം. ഇതിലും മനസ്സാണ് കേന്ദ്രം. വെറുതെ ഒന്നാണ് ഇത് ശരീരമാണ്. നോ, യുവർ മെൻ്റൽ കോൺസെൻട്രേഷൻ, യുവർ ഫോക്കസിങ്. നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിലേക്കും ശ്രദ്ധ പോയി നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് ഷവോലിൻ കുങ്ഫു ആയാലും ഞാൻ നന്നായി കളരിപ്പയറ്റ് ആസ്വദിക്കുന്ന ആളാണ്. എനിക്കിതിനൊന്നും കഴിയില്ല, പക്ഷെ ആസ്വദിക്കാൻ കഴിയും. കഴിയാന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ഞാൻ ചില സംഗതികളൊക്കെ ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ ചെയ്യും. അതിന് കാരണം എൻ്റെ നിസ്കാരമാണ്. എൻ്റെ ബോഡി മൂവ്മെൻറ്റ് കണ്ടിട്ട് എൻ്റെ പലരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് കഴിയുന്നുണ്ട്. ഞാൻ ചമ്രം പഠിപ്പിക്കും, ഞാൻ കാലും അടച്ചു നോക്കും. ബിക്കോസ് ഐ ഡു മൈ പ്രയേഴ്സ്. രാവും പകലും ധാരാളമായിട്ട് ഈ സുജൂദും റുക്കുവൊക്കെ ചെയ്യുന്ന ഒരാളുടെ ശരീരം എന്തിനാ വഴങ്ങാത്തത്? ഞാൻ സത്യമായിട്ട് പറയണം, വലിയ യോഗ മാസ്റ്റേഴ്സൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ നാഡീശുദ്ധിക്കൊക്കെ വേണ്ടി, പ്രാണായാമത്തിനൊക്കെ വേണ്ടി അത് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
ധ്യാനം ഞാൻ തീരെ ചെയ്യാറില്ല. എനിക്ക് ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഇത് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ഭക്തിയിലും എൻ്റെ വിശ്വാസത്തിലുമാണ്. ആവശ്യമുള്ളവരെടുക്കട്ടെ. പക്ഷെ അതൊക്കെ സമൂഹത്തിൽ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പം ജീവിതത്തിൽ അവബോധം വേണം. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട റൌഫ് പരത്തുന്നത്. ഇതാണ് മയക്കുമരുന്നിനുള്ള പരിഹാരം. ഇതാണ് അനാവശ്യങ്ങൾ തടഞ്ഞു നിർത്താനുള്ള പരിഹാരം. ഇതാണ് വേണ്ടാധീനങ്ങളിൽ ചെന്ന് അകപ്പെടാതിരിക്കാനുള്ള പരിഹാരം. എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഒന്നുമില്ല. അടിച്ച് തിന്നും കൊഴുത്ത് ആളുകൾ ഉറങ്ങാൻ പോണ നേരത്ത് ഭക്ഷണത്തിന് വണ്ടി എടുത്ത് പോയി. നിങ്ങൾ ഉറങ്ങേണ്ട സമയത്താണ് ഇന്ന് ഈ നാട്ടിൽ പല ഹോട്ടലുകളും തുറക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. മനുഷ്യന്റെ ശരീരത്തിന് ദൈവം വെച്ച ചില വ്യവസ്ഥകളുണ്ട്. നിദ്ര, സുഷുപ്തി, ഇതൊക്കെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ളതാണ്. സ്വപ്നം കണ്ട് ഉറങ്ങേണ്ട സമയത്ത് അത് തന്നെ ചെയ്യണം. നല്ലത്. ശരീരം ഇപ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് പോവാണ്. രാത്രി ആകുമ്പോൾ തന്നെ കിളികൾ കണ്ടോ മറയുന്നു, ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോവാണ്. മൂവന്റെ നേരത്തെ ദൂഷ്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു എന്ന് ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. മൂവന്റെ നേരം പറഞ്ഞ രണ്ട് സീസൺ മാറുകയാണ്. ഇരുട്ട് വരികയാണ്, പ്രകാശം പോവുകയാണ്. അപ്പൊ ശരീരവും അത് ഉൾക്കൊള്ളും. നമ്മുടെ ബോഡി അത് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ആമാശയം അത് മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ദഹന വ്യവസ്ഥ അത് മനസ്സിലാക്കുന്നുണ്ട്, കിളികളത് മനസ്സിലാക്കുന്നുണ്ട്, പാമ്പ് അത് മനസ്സിലാക്കുന്നുണ്ട്. പാമ്പ് വാളത്തിലേക്ക് പോകും. പിന്നെ ഇര പിടിക്കേണ്ടി വന്നാലേ പുറത്തിറങ്ങും. പാമ്പ് പിന്നെ ഒന്ന് ഇര പിടിച്ചാൽ പിന്നെ അത് വിശക്കുന്ന വരെ അതിന് വേറെ ഭക്ഷണം കഴിക്കില്ല. പെരുമ്പാമ്പ് നല്ലൊരു ഇര വിഴുങ്ങിയാൽ റെസ്റ്റാണ്. എപ്പോഴും കുറിച്ച് തിന്നു നടക്കുന്ന ഒറ്റ ജീവിയെ ഈ ഭൂമുഖത്തുള്ളൂ. അത് ആർത്തിയുള്ള മനുഷ്യൻ മാത്രമാണ്. അലച്ച ഇതിനൊക്കെ ഡിസിപ്ലിൻ വേണ്ടത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ആളുകൾ അതിലേക്ക് കൊണ്ടുവരണം. ആളുകൾ ഇത്തരം സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കണം. 12 മണിക്ക് തുറക്കുന്ന ഹോട്ടലുകൾ ഒരു രോഗഗ്രസ്ത സമൂഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അർദ്ധരാത്രി ഓപ്പൺ ചെയ്യുന്ന ഹോട്ടലുകൾ നേരം കൊടുക്കുമ്പോൾ അടക്കും. You close the hotel when you are supposed to open. തുറക്കേണ്ട സമയത്താണ് നടക്കുന്നത്. ഇത് ശരീരത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നുള്ളത് പറയാൻ കഴിയുന്ന കാര്യമാണ്. ശരീരത്തെ കൊണ്ടുനടക്കണം. മനസ്സ് അല്ലെങ്കിൽ ആദ്യമൊന്നും വേണ്ട. ഫലസ്തീനിലെ ഓമന മക്കൾ മണ്ണിവാരി തിന്നുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും ആർത്തിയോട് വിട പറയാൻ കഴിയണം. കാണുന്നില്ല ടി വിയിലും സോഷ്യൽ മീഡിയയിലും മൊബൈലിലും. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ടല്ലോ. ലോക സംഭവങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കരുത്. കരുണയെ തേടിക്കൊണ്ട് ശവോലിൻ കൂഫും കരുണയാണ്. ശരീരത്തോടുള്ളവരോടും കാട്ടുന്ന കരുണയാണ്. കൈപിടിച്ചു. റൌഫിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പുതിയതൊന്നും പറയേണ്ടതില്ല. റൌഫിന്റെ ഈ ശാരീരികമായിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഒരു കവിതയായിട്ട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഒരു നല്ല പോയം, ഒരു നല്ല കവിത കേൾക്കുമുണ്ടാകുന്ന അനുഭൂതിയാണ് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള അംഗപ്രത്യംഗ ഭാവങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ അഭിമാനമാണ്. അവിടെ ഇവിടെ ഇന്നിട്ട് അനാവശ്യ രംഗത്ത് റൌഫ് ജീവിതം തൊലിച്ചിരുന്നെങ്കിൽ ഈ പ്രശസ്തിയോ ഈ നന്മയോ ഈ ചെറുപ്പക്കാരനെ തേടിയെത്തുമായിരുന്നില്ല.